ഹലോ, ഇന്നൊരു പുഡിംഗ് പരീക്ഷണമായാലോ നമുക്ക്. ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു പുഡിങ്ങിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് വരെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഏത് ബിസ്ക്കറ്റിൽ വേണമെങ്കിലും ഈ ഒരു പുഡിങ് സെറ്റാക്കാം. ഞാനിപ്പോൾ ആരോ റൂട്ടിൻ്റെ എടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഫേവറേറ്റ് ഏതാണോ അതെടുക്കാം. 2.5 സ്പൂണ് വാനിലയുടെ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്ത് കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ. 2.5 ഗ്ലാസ് പാലിലേക്ക് ആവശ്യമുള്ള പഞ്ചാര ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല ആ കസ്റ്റാർഡിൻ്റെ ആ മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറുക്കി ഒന്ന് എടുക്കണം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ട് ആ പുഡിങ്ങിലേക്ക് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിൻ്റെ ഫസ്റ്റ് ലെയർ നല്ലപോലെ സെറ്റ് ആവണേ. ഈ ഒരു മിക്സിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ തേർഡ് ലെയർ, അതിൽ വേണ്ടത് ചോക്ലേറ്റ്. നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. എൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് മെൽറ്റാക്കി. അതാണ് എനിക്ക് ഏറ്റവും പറ്റിയൊരു അബദ്ധം. ചോക്ലേറ്റ് മെൽറ്റാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ലൂസാക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ആ ഒരു അബദ്ധം മാത്രമേ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റ് വൈസ് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.